കൗതുകങ്ങൾ നിറഞ്ഞൊരു ആഘോഷപ്പൊലിമയാണ് എല്ലാ കാലവും ഫിഫ വേൾഡ് കപ്പ് ലോകത്തിന് സമ്മാനിക്കാറുള്ളത്. പല രാജ്യങ്ങൾ, സംസ്കാരങ്ങൾ, പോരാട്ടവീര്യങ്ങൾ, തയ്യാറെടുപ്പുകൾ, വാക്പയറ്റുകൾ, ആരോപണങ്ങൾ, പരിഹാസങ്ങൾ, അങ്ങനെ അവസാനിക്കാത്ത ആരവ ആഘോഷങ്ങളോടെയാണ് ലോകകപ്പിനെ ആരാധകരും നെഞ്ചിലേറ്റാറുള്ളത്. അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമായി നടക്കുന്ന 2026 ലോകകപ്പും കൗതുകങ്ങളും അല്പം ആശങ്കകളുമുള്ളതാണ്. ലോകകപ്പിലെ ഉദ്ഘാടന മത്സരം നടക്കുന്ന മെക്സിക്കോയിലെ എസ്റ്റാഡിയോ ആസ്റ്റക സ്റ്റേഡിയത്തിനെ ചരിത്രത്തിൽ ആദ്യമായി 3 ലോകകപ്പുകൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ബഹുമതിയാണ് കാത്തിരിക്കുന്നത്. ഫുട്ബോൾ ഇതിഹാസം സാക്ഷാൽ പെലെ തൻ്റെ കരിയറിലെ അവസാന ലോകകപ്പിൽ പന്ത് തട്ടിയതും ബ്രസീലിയൻ മണ്ണിലേക്ക് തൻ്റെ 3ാം ലോകകപ്പ് എത്തിക്കുന്നതും ഈ സ്റ്റേഡിയത്തിൽ നടന്ന പോരാട്ടത്തിലൂടെയാണ്. മത്സരശേഷം ആരാധകർ പെലെയെ തോളിലേറ്റി സ്റ്റേഡിയം വലയം വെച്ച കാഴ്ചകൾ ഇന്നും ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ചിത്രങ്ങളിലൊന്നാണ്. ഫുട്ബോൾ ദൈവം ഡിയാഗോ മറഡോണയുടെ വിശ്വവിഖ്യാതമായ ദൈവത്തിൻ്റെ കൈ പിറന്നതും ഇതേ സ്റ്റേഡിയത്തിലാണ്. ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ നേടിയ ആ വിവാദ ഗോളിനു ശേഷം സ്വന്തം ഹാഫിൽ നിന്ന് ബോളുമായി കുതിച്ച മറഡോണ 5 ഇംഗ്ലണ്ട് കളിക്കാരെയും ഗോൾ കീപ്പറെയും വെട്ടിച്ച് അതിമനോഹരമായ മറ്റൊരു ഗോൾ കൂടി നേടുകയുണ്ടായി. ഇതായിരുന്നു പിന്നീട് നൂറ്റാണ്ടിൻ്റെ ഗോളായി ഫിഫ തിരഞ്ഞെടുത്തതും. 2026 ലോകകപ്പിൽ ഫിഫ കർശനമായി നടപ്പിലാക്കുന്ന പുതിയ നിയമമാണ് മൗത്ത് കവറിംഗ് റെഡ് കാർഡ് റൂൾ. കളിക്കാരോ ഒഫീഷ്യലുകളോ എതിർത്താരങ്ങളോട് വായമൂടി സംസാരിക്കുന്നത് നേരിട്ട് റെഡ് കാർഡ് ലഭിക്കുന്ന കുറ്റമാക്കിയത് ഫിഫ ഈ ലോകകപ്പോട് കൂടിയാണ്. ചാമ്പ്യൻസ് ലീഗിൽ ഈ വർഷം റയൽ മാഡ്രിഡ് ബെൻഫിക്ക മത്സരത്തിനിടയിൽ വിനീഷ്യസിനെ വായമൂടി അർജന്റീന താരം നടത്തിയ റേസിസ്റ്റ് പരാമർശത്തിനു ശേഷമാണ് ഫിഫ ഇത്തരമൊരു കടുത്ത തീരുമാനമെടുത്തത്. റഫറിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കളിക്കാർ ഗ്രൗണ്ട് വിട്ടിറങ്ങിയാലും ഇനി റെഡ് കാർഡ് ലഭിക്കുന്ന കുറ്റമാണ്. 4 ടൈം സോണുകളിലാണ് ഇത്തവണ മത്സരങ്ങൾ എന്നതുകൊണ്ട് തന്നെ സ്റ്റേഡിയങ്ങൾ തമ്മിലുള്ള ദൂരമാണ് ഈ ലോകകപ്പിലെ പ്രധാന ആശങ്ക. 3000 മുതൽ 4000 കിലോമീറ്ററുകൾ വരെ മത്സരങ്ങൾക്കായി താരങ്ങൾ സഞ്ചരിക്കേണ്ടി വരും. ഏകദേശം 8 മണിക്കൂർ യാത്ര എന്നത് താരങ്ങളുടെയും ഒഫീഷ്യലുകളുടെയും കായികക്ഷമതയെയും ഫിറ്റ്നസിനെയും ബാധിക്കുമെന്ന് തന്നെയാണ് കാരണം. മാത്രമല്ല, പ്രിയപ്പെട്ട മത്സരങ്ങൾ കാണാനായി ആരാധകർക്ക് ഇത്രയും ദൂരം മാറി മാറി സഞ്ചരിക്കേണ്ടി വരുന്നത് കടുത്ത വെല്ലുവിളിയാകും. കാനഡയിലെ കൊടും തണുപ്പിനോട് സമരസപ്പെട്ട് പൊടുന്നനെ മെക്സിക്കോയിലെ കഠിന ചൂടിലേക്ക് മാറുമ്പോൾ താരങ്ങളെ അത് എങ്ങനെ ബാധിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. 2026 ലോകകപ്പ് ഇന്ത്യയിലെ ആരാധകർക്ക് ലൈവ് കാണാനുള്ള സമയക്രമം മറ്റൊരു വിഷയമാണ്. ടെലികാസ്റ്റിങ്ങിന് ഈ ആഴ്ചയോടെ തീരുമാനമാകുമെങ്കിലും മത്സരങ്ങൾ കാണാനുള്ള സമയം ആരാധകർക്കൊരു തലവേദനയാണ്. അവസാന 5 ലോകകപ്പുകൾ ഭൂരിഭാഗം മത്സരങ്ങളും ഇന്ത്യൻ സമയം പുലർച്ചെ 2 മണിയോടെ തുടങ്ങുമായിരുന്നെങ്കിലും അമേരിക്കൻ ലോകകപ്പിൽ ചില മത്സരങ്ങൾ തുടങ്ങുന്നത് തന്നെ പുലർച്ചെ 4 മണിക്കും രാവിലെ 9 മണിക്കും ശേഷമാണ്. കേരളത്തിൽ കൂടുതൽ ആരാധകരുള്ള ബ്രസീൽ അർജന്റീന മത്സരങ്ങൾ മുഴുവൻ നടക്കുന്നത് പുലർച്ചെ 3-നും 7-നുമാണ്. അതേസമയം ഈ ആശങ്കകളൊന്നും കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഫുട്ബോൾ ആരാധകരുടെ ആവേശം തകർക്കില്ലെന്നാണ് ചരിത്രം. ചൂടും മഴയും വെയിലും രാത്രിയും പകലുമൊന്നും ഫുട്ബോളിൽ നിന്ന് അവരെ അകറ്റിയിട്ടില്ല. അടുത്ത വിശേഷവുമായി വീണ്ടും കാണാം.